ഹലോ, ഇന്ന് ആപ്പിൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ആപ്പിൾ വെച്ചിട്ട് നമ്മൾ ജ്യൂസും ഷേക്കും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലും അതുപോലെ തന്നെ ഐസ്ക്രീമൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. അപ്പോൾ ഈ ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് കഷ്ണങ്ങളാക്കിയ ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്രഷ് പുതിനയില ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാം. അപ്പോൾ ലൂസാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സോക്ക് ചെയ്ത സബ്ജ സീഡ്സ് അതല്ലെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര വീണ്ടും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഓരോ മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്